നിലമ്പൂർ തെരഞ്ഞെടുപ്പിലെ UDF ജമാഅത്തെ ഇസ്ലാമി സഹകരണം ചർച്ചയാകുമ്പോൾ UDFിനോട് എക്കാലവും ചേർന്ന് നിൽക്കുന്ന സമസ്ത EK വിഭാഗം എന്ത് നിലപാടെടുക്കുമെന്നത് കൂടി നിർണായകമാവുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയോടും അതിന്റെ മതരാഷ്ട്രവാദത്തോടും കടുത്ത എതിർപ്പുള്ള സമസ്ത മലബാറിൽ UDFിന്റെ വോട്ട് ബാങ്ക് കൂടിയാണ്. രാഷ്ട്രീയമായി ഒപ്പമില്ലാത്ത സമസ്ത AP വിഭാഗം UDFിനെ തള്ളി രംഗത്തെത്തുകയും ചെയ്തു. സമസ്ത 100ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി EK വിഭാഗം പുറത്തിറക്കിയ സംഘടനയുടെ ചരിത്രം പറയുന്ന പുസ്തക പ്രകാശന ചടങ്ങിൽ ഇന്ന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പങ്കെടുത്തു. അതിനൊപ്പം സംഘടനയുടെ ഇടത് ചായ്വിനെ കുറിച്ചുള്ള ചർച്ചകളും സജീവമായി. സമസ്തയുടെ ചരിത്രവും രാഷ്ട്രീയവും RDX വിശദമായി ഒന്ന് പരിശോധിക്കുന്നു. അതിനു മുൻപ് സമസ്ത 100ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന ചരിത്ര പുസ്തക പ്രകാശനം സംബന്ധിച്ച് RDX റാം. സമസ്ത 100ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന സമസ്ത ചരിത്രം പുസ്തക പ്രകാശനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും പങ്കെടുത്തു. ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ അധ്യക്ഷതയിൽ പുസ്തകം മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിന് നൽകി പ്രകാശനം ചെയ്തു. ചടങ്ങിൽ മുസ്ലിം ലീഗ് നേതാക്കളുടെ അസാന്നിധ്യം ശ്രദ്ധേയമായി. ചില സംഘടനകൾക്കുള്ളിലെ സങ്കുചിത പിടിമുറുക്കം അവയെ തകർത്തപ്പോൾ സമസ്ത സമൂഹത്തിന് വെളിച്ചം പകർന്നുവെന്ന് മുഖ്യമന്ത്രിയുടെ പ്രശംസ. കേരള സമൂഹത്തിന്റെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾക്കൊപ്പം കലർന്നൊഴുകുന്ന പ്രസ്ഥാനമാണ് സമസ്ത. ചില സംഘടനകൾ എരുതിയിൽ എണ്ണയൊഴിക്കുമ്പോൾ സമസ്ത പാവപ്പെട്ടവനും സാധാരണക്കാരനുമൊപ്പം നിന്നെന്ന് പ്രതിപക്ഷ നേതാവ്. ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ കീഴിൽ സമസ്ത ലീഗിനോട് അകലുന്നുവെന്ന പ്രചാരണം ഏറെക്കാലമായി ശക്തമാണ്. കോൺഗ്രസിനോടും CPIM-നോടും നേരിട്ടിടപെടുന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ രീതിയെ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം മുൻപ് പരോക്ഷമായി വിമർശിച്ചതുകൂടി ഇന്നത്തെ ചടങ്ങിനോട് ചേർത്ത് വായിക്കാം. RDX റാപ്പ്, ന്യൂസ് മലയാളം. 100ാം വർഷത്തിലെത്തി നിൽക്കുന്ന സമസ്തയുടെ ചരിത്രത്തിലൂടെ വളരെ പെട്ടെന്നൊന്ന് ഒഴിച്ചു പോകാം. മുസ്ലിങ്ങൾക്കിടയിൽ നവോത്ഥാന പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉടലെടുക്കുന്നത് മലബാർ കലാപം അടിച്ചമർത്തപ്പെട്ടതോടെയാണ്. പോരാട്ടത്തിൽ പങ്കാളികളായിരുന്ന പല മുസ്ലിം നേതാക്കളും മലബാർ വിടേണ്ടി വന്നു. പ്രധാന നേതാക്കളായ KM മൗലവിയും EK മൗലവിയും അഭയം തേടിയത് കൊടുങ്ങല്ലൂരിലാണ്. 1922 ഇവരുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂരിൽ മുസ്ലിം ഐക്യ സംഘം പ്രവർത്തനം തുടങ്ങി. 1924 ആലുവയിൽ ചേർന്ന സമ്മേളനത്തിൽ ജമിയത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയ്ക്ക് രൂപം നൽകി. 1934 ഐക്യസംഘം പിരിച്ചുവിടപ്പെട്ടെങ്കിലും ആശയം പിൽക്കാലത്ത് മുസ്ലിം സംഘടനകൾ ഏറ്റെടുത്തു. തകർച്ചയ്ക്ക് പ്രധാന കാരണമായത് സലഫികളായ നേതാക്കളും സുന്നികളും തമ്മിലുണ്ടായ വിയോജിപ്പാണ്. 1926 ജമിയത്തുൽ ഉലമ പിളർന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന സുന്നി പണ്ഡിത സഭ രൂപം കൊണ്ടു. അന്ന് സമസ്തയിൽ പൂർണ്ണമായും മേധാവിത്വം കോൺഗ്രസ് ആശയക്കാർക്കായിരുന്നു. പിന്നാലെ ലീഗ് തങ്ങന്മാരെ പാർട്ടിയിൽ എത്തിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ സ്വാധീനം ശക്തമാക്കുകയും ചെയ്തു. സമസ്തയിലെ പോരിന്റെ നാൾ വഴി ഒന്ന് പരിശോധിക്കാം. സമസ്തയെ നയിച്ചതിൽ EK അബൂബക്കർ മുസ്ലിയാരുടെ പങ്ക് നിർണായകമാണ്. ആദ്യഘട്ടത്തിൽ സ്വീകരിച്ചത് സലഫികളോടും ജമാഅത്തെ ഇസ്ലാമിയോടും വിട്ടുവീഴ്ചയില്ലാത്ത തീവ്ര നിലപാട് തന്നെയായിരുന്നു. മുസ്ലിം ലീഗിന്റെ സലഫി ബന്ധത്തിൽ ശക്തമായ വിയോജിപ്പും രേഖപ്പെടുത്തി. സുന്നി പണ്ഡിതർക്കിടയിലെ ആന്തരിക ചേരിപ്പോര് പുറത്തെത്തിച്ചത് പിന്നീട് ലീഗിന്റെ മാസികയാണ്. അരീക്കോട് ജുമാ മസ്ജിദ് പുനർനിർമ്മാണം സംബന്ധിച്ച ഒരു ആരോപണം ഉയർന്നു. ഈ ആരോപണം ഉയർന്നു വന്നത് ലീഗിന്റെ തന്ത്രമായും വിലയിരുത്തലുകളുണ്ട്. 1986 ഷാബാനു കേസ് വിവാദത്തിൽ EK അബൂബക്കർ മുസ്ലിയാർ മുസ്ലിം പേഴ്സണൽ ബോർഡുമായി അടുത്തു. EK അബൂബക്കർ മുസ്ലിയാർ ഇതര മുസ്ലിം സംഘടനകൾക്കൊപ്പം വേദി പങ്കിട്ടത് AP മുസ്ലിയാർ വിവാദമാക്കി. ഇതോടെ EK നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം മുസ്ലിം ലീഗ് ചേരിയിലേക്ക് മാറി. ലീഗ് വിരുദ്ധ ചേരിയുടെ നേതൃത്വം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും ഏറ്റെടുത്തു. സമസ്ത നിയന്ത്രണം EKയ്ക്കും യുവജന സംഘടനകളുടെ നിയന്ത്രണം APക്കുമായി. ഇത് പിളർപ്പെന്നല്ല, പുനഃക്രമീകരണം എന്നാണ് AP വിഭാഗം ഇതിനെക്കുറിച്ച് വിശേഷിപ്പിക്കാറുള്ളത്. 1988 സുന്നി യുവജന സംഘം എറണാകുളത്ത് സംസ്ഥാന സമ്മേളനം ചേരാൻ തീരുമാനിച്ചു. സമ്മേളനത്തിന് സമസ്ത അനുവാദം നൽകിയില്ല. എതിർപ്പ് അവഗണിച്ച് കാന്തപുരം മുന്നോട്ട് പോയി. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സംഘടനയിൽ ഇടപെടുന്നു. പിന്നീട് മുസ്ലിങ്ങൾ സമ്മേളനത്തിന് പോകരുത് എന്ന നിർദ്ദേശം വരുന്നു. എതിർപ്പുകൾ മറികടന്ന് സമ്മേളനം നടന്നു. ഇതോടെ കാന്തപുരം അടക്കം 6 നേതാക്കൾ സംഘടനയിൽ നിന്ന് പുറത്തായി. 1989 പുറത്താക്കപ്പെട്ടവർ ചേർന്ന് മറ്റൊരു സമസ്തയ്ക്ക് രൂപം നൽകി. പിളർപ്പ് പൂർണ്ണമായി. മാതൃസമസ്തയുടെ കീഴിൽ SYS, SSF എന്നിവ സംഘടനകൾ കാന്തപുരത്തിന് ഒപ്പം നിന്നു. EK സമസ്ത പകരം പുതിയ കീഴ്ഘടകങ്ങൾ ഉണ്ടാക്കി. SYS, SKSSF എന്നിവ രൂപീകരിച്ചു. EK വിഭാഗം ലീഗിനൊപ്പം നിലകൊണ്ടു. AP വിഭാഗം ഇടത് ചേരിയോട് ചില ഘട്ടങ്ങളിലൊക്കെ ഐക്യപ്പെട്ടു പോവുകയും ചെയ്തു. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പല നിലപാടുകളും ഈ അടുത്ത കാലത്ത് ലീഗിന് വിയോജിപ്പുണ്ടാക്കുന്നതായിരുന്നു. ലീഗിന്റെ ഇടനില സമസ്തയ്ക്ക് ആവശ്യമില്ലെന്ന നിലപാടുകാരനാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. പിണറായി വിജയൻ, VD സതീശൻ തുടങ്ങിയവരോടെല്ലാം നേരിട്ടിടപെടുന്നതാണ് അദ്ദേഹത്തിന്റെ രീതി. നിലവിൽ സമസ്തയിൽ ലീഗ് വിരുദ്ധപക്ഷം ശക്തമാകുന്നുണ്ട്. CPIM അനുകൂലികളും ഇടയ്ക്ക് കടന്നുകൂടുന്നുണ്ട്. അതിനോട് വലിയ എതിർപ്പുണ്ട്. ലീഗ് ശക്തമായി ലീഗിന് വലിയ ശക്തിയുള്ള ഒരു സംവിധാനമാണ് സമസ്ത. ലീഗ് അണികൾക്ക് ശക്തിയുള്ള സംവിധാനം
സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ മദ്രസകളുടെ ഭരണത്തിലടക്കം അവർക്ക് ഇപ്പോഴും ശക്തമായി അവരുടെ നിലപാടുകൾ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്നു. സനീഷ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ് എവിടെയൊക്കെയോ കയറിപ്പോയി. കാരണം ഇതിൻ്റെ ഡേറ്റാ ഷീറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ പല കാര്യങ്ങളിലേക്ക് പോകും. പക്ഷേ സമസ്തയുടെ 100-ാം വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രസക്തി ഒരുപക്ഷേ മുമ്പെന്നും ഇല്ലാത്ത വണ്ണം വർദ്ധിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. സത്യത്തിൽ സമസ്തയ്ക്കുള്ളിലുണ്ടായ ഈ അവർ പുനഃക്രമീകരണമെന്നും കാണുന്നവർ പിളർപ്പ് എന്നും വിശേഷിപ്പിക്കുന്ന ആ സംഭവം പോലും അതിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ AP വിഭാഗം എന്ന് പറയുന്നത് അതിശക്തമായ ഒരു കേഡർ സ്വഭാവമുള്ള വലിയൊരു സുന്നി പ്രസ്ഥാനമായി വളർന്നു. ഇപ്പുറത്ത് EK വിഭാഗവും അതുപോലെ തന്നെ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമൊക്കെയായി വലിയൊരു മഹാപ്രസ്ഥാനമായി വളർന്നു. മാത്രമല്ല മുമ്പ് ഈ സലഫി പ്രസ്ഥാനത്തിൻ്റെ വരവോടെയും ജമാഅത്തെ ഇസ്ലാമിയുടെ ഇടപെടലിലൂടെയും ഒക്കെ ഇവരെന്തോ വിശ്വാസത്തിൽ കുറച്ച് പിന്നോട്ടാണ് എന്നുള്ള മട്ടിലുള്ള പ്രചാരണത്തിലൊക്കെ ചെറിയൊരു അങ്കലാപ്പിൽ പെട്ടുപോയ ഇവർ വീണ്ടും ആ മാപ്പിള സ്വത്വം തിരിച്ചു പിടിച്ചുകൊണ്ട് കൂടുതൽ ശക്തമായി മുന്നോട്ട് വരുന്ന ഒരു കാഴ്ചയും ഇപ്പോൾ കാണാം. നിശ്ചയമായിട്ടും ഇത് ഈ സമസ്തയുടേത് ചരിത്രം പറയുമ്പോൾ 1926 അവരുണ്ടാകുന്നത്. 1920-കൾക്ക് നമ്മുടെ ഇന്ത്യയുടെ ആകെ ചരിത്രത്തിൽ വളരെ വലിയ പ്രാധാന്യമുണ്ട്. 1925-ലാണ് RSSും രൂപീകരിക്കപ്പെടുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും രൂപീകരിക്കപ്പെടുന്നത്. 25-ലാണ്, 2 മാസത്തിൻ്റെ വ്യത്യാസമേ അവർ തമ്മിലുള്ളൂ. 1926 പിറ്റേ കൊല്ലം സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ രൂപീകരിക്കപ്പെട്ടു. എന്നുവെച്ചാൽ 25-26 എന്നൊക്കെ പറഞ്ഞ ആ കാലം വളരെ പ്രധാനപ്പെട്ടൊരു കാലമായിരുന്നു എന്ന് വേണമല്ലോ നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ. എന്താണെന്ന് വെച്ചാൽ ഈ സംഘടനകളൊക്കെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെ പോലും ജീവിതത്തെ, ദൈനംദിന ജീവിതത്തെ, ഇപ്പോൾ ജനിക്കുന്നൊരു കുഞ്ഞിൻ്റെ ഭാവിയിലേക്കുള്ള ജീവിതത്തെ പോലും നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട സംഘങ്ങളായിട്ട് ഈ രാഷ്ട്രീയ സംഘടന അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള ഇതുപോലുള്ള മതസംഘടനകളൊക്കെ ഈ പറയുന്ന സംഘടനകളാണല്ലോ ആയിത്തീർന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ വലിയ ചരിത്ര പ്രാധാന്യം ഈ സമസ്തയ്ക്കുണ്ട്. സമസ്ത അതിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിനകത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പോകേണ്ടതായിട്ട് വരും. അതിനകത്ത് കടക്കാതെ ഞാൻ പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ പറയാം. അതായത് കേരളത്തെ വളരെ സവിശേഷതയാർന്ന, വളരെ നല്ല സ്നേഹ സൗഹൃദങ്ങളോടെ ഈ മുന്നോട്ട് പോകുന്നൊരു ജനതയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും പങ്കുവഹിച്ച ഒരു സംവിധാനം സമസ്ത കൂടെയാണ് എന്ന് ഞാൻ പറയും. അത് പ്രത്യേകിച്ച് ഞാനൊരു വടക്കേ മലബാറുകാരനായതുകൊണ്ട്, ഈ കണ്ണൂർ ഭാഗത്തു നിന്നൊക്കെ നമ്മുടെ കുട്ടിക്കാലം കടന്നു വന്ന ഒരാളായതുകൊണ്ട് ഈ സമസ്ത എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് മതപരമായിട്ടുള്ള വിഭജനം ഇന്നിപ്പോൾ കാണുന്ന പോലെ പരസ്യമായുള്ള സ്ഥലങ്ങളിൽ ചർച്ചയോ അല്ലെങ്കിൽ വലിയ ബഹളങ്ങളോ ഉണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല വളരെയേറെ ഇഴുകി അവരവരുടെ മതസവിശേഷതകളിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും നിൽക്കുന്നു. സ്നേഹ സംവാദ സദസ്സ് ഉണ്ടായിരുന്നില്ല. അതാണ്, അത് പ്രത്യേകിച്ച് ഉണ്ടാക്കേണ്ടുന്ന കാര്യം ഉണ്ടായിരുന്നില്ല. അതായത് അത് ആളുകളുടെ ആന്തരികമായിട്ടുണ്ടായിരുന്നു. ചില സലഫി പ്രസ്ഥാനങ്ങളാണ് ഈ സ്നേഹ സംവാദ സംവിധാനം കൊണ്ടുവന്നാണ് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞത് കൊണ്ടുവന്നത്. അതായത് പ്രത്യേകമായിട്ട് പുറത്തു നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കേണ്ടതില്ലാത്ത വിധം ആളുകൾക്കുള്ളിൽ ആന്തരികമായി തന്നെയും പരസ്പര സ്നേഹവും ബഹുമാനവും, അവനവൻ്റെ വിശ്വാസത്തെ സംരക്ഷിക്കുമ്പോൾ തന്നെ മറ്റ് ആളുകളുടെ വിശ്വാസത്തെ ബഹുമാനിക്കുക എന്തുപോലുള്ള കാര്യങ്ങളൊക്കെ അക്കാലത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് സമസ്ത വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ മുന്നിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് 2 പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കാൻ. അതായത് ഒന്ന് ബാബറി മസ്ജിദിൻ്റെ ധ്വംസനമാണ്. ബാബറി മസ്ജിദ് തകർത്തത് അത് ലോകത്ത് ഏത് രാജ്യത്താണെങ്കിലും നൂറ്റാണ്ടുകൾ നിലനിന്ന ഒരു വലിയ മതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംവിധാനം തകർക്കപ്പെടുമ്പോൾ ഉണ്ടാകാവുന്ന മറ്റിളക്കങ്ങൾ കേരളത്തിലേക്ക് വന്നില്ല എന്നതിനെ എല്ലാവരും മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തേക്കൊക്കെ പറയും. അതിനകത്ത് സമസ്ത എന്ന് പറയുന്ന പണ്ഡിത സഭയ്ക്കുള്ള വലിയ പങ്കാളിത്തം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രണ്ടാമത്തേത് ISISൻ്റെ വരവാണ്. ലോകത്തിൻ്റെ തന്നെ മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ദുഷ്ടമായൊരു വരവായിരുന്നു ഈ ISISൻ്റെ വരവ്. ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളും അതിൻ്റെ ഇടയിളക്കങ്ങളുണ്ടായി. ആളുകൾ അവിടേക്ക് പോയി മനുഷ്യനെ കൊല്ലുകയും അങ്ങേയറ്റം നിഷ്ഠൂരമായ കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്തു. പക്ഷേ ISIS വന്ന അന്ന്, അതായത് അത് വാർത്തയായതിൻ്റെ പിറ്റേ ദിവസം ഒരു സംശയവുമില്ലാതെ സമസ്തയുടെയും മറ്റും പണ്ഡിതന്മാർ അതിനെ എതിർത്ത് കളയുകയാണ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു സംശയമേ ഇല്ല. ഞങ്ങൾക്ക് ഇത്രയും കാലത്തെ ഈ ദൈവ വഴിയിലൂടെ നടന്നതിൻ്റെ ധാരണയുണ്ട്. ഇത് ഞങ്ങളുടെ മതത്തിൽപ്പെട്ട സംവിധാനമല്ല ഈ നടക്കുന്നതെന്ന് പറഞ്ഞ് തള്ളിക്കളയാണ് ചെയ്തിരിക്കുന്നത്. പിന്നീട് ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള സംവിധാനങ്ങൾ താലിബാനെ പോലെ അങ്ങേയറ്റം ഹിംസാത്മകരായിട്ടുള്ള ആളുകളെ മെല്ലെ പിന്തുണക്കാനൊക്കെ ശ്രമിക്കുകയും മറ്റും വർത്തമാനം പറയുക അവരുടെ ചെറുപ്പക്കാരൊക്കെ പറഞ്ഞപ്പോലും സമസ്തയുടെ പ്രാധാന്യം എന്താണ്? സമസ്ത ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെ ഈ മുസ്ലിം സമുദായത്തെ മാത്രമല്ല കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ ആകെ എങ്ങനെ സ്വാധീനിച്ചു എന്നത് നമുക്ക് വളരെയേറെ അറിയാവുന്ന. എനിക്ക് ഏറ്റവും പ്രധാനം ഈ IS യാത്രയുടെ കണക്കൊക്കെ വരുമ്പോൾ ഒരു സുന്നി പോലും അതിൽ, അല്ലെങ്കിൽ ഈ സമസ്ത വിഭാഗക്കാരും അതിൽ ഉൾപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കേരളീയ പൊതുസമൂഹം മനസ്സിലാക്കേണ്ടത് മുസ്ലിം അവാന്തര വിഭാഗങ്ങൾ ഏതൊക്കെയാണ്, അവരെങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പൊതുസമൂഹമല്ല ഇതര മതസ്ഥർ കുറച്ചുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. 1-2 കാര്യം കൂടെ പറയാം സനീഷ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലത്ത് വലിയൊരു ദൗത്യം സമസ്ത
സമസ്തയ്ക്ക് നിർവഹിക്കാനുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം അത്രയ്ക്ക് ഇപ്പം വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ പരസ്പരം കടിച്ചു കീറാൻ നിൽക്കുന്ന ഒരു കാലത്ത് അത് നിർവഹിക്കേണ്ടതുണ്ട്. മാത്രമല്ല മുഖ്യമന്ത്രി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഓർമ്മപ്പെടുത്തി കേട്ടോ. അതായത് ഇവിടുത്തെ ഒരു മാപ്പിള ചരിത്രം എന്ന് പറയുന്നത് എന്ന് തുടങ്ങിയതാണ്. അതായത് എഴുത്തച്ഛൻ രാമായണം എഴുതിയ കാലത്ത് എഴുതിയതാണ് മൊഹീദ്ദീൻ മാല എന്നാണ് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചത്. അതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ ആ പാരമ്പര്യം തന്നെയാണ് പിൻപറ്റുന്നത് സുന്നി സംഘടനകൾ. അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് മാത്രമല്ല വളരെ നിസ്വാർത്ഥമായാണ് സംഘടനയുടെ പൊതുവായ പ്രവർത്തനം. ഏതാണ്ട് 10,000-ഓളം മദ്രസകൾ, 10 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ, മാത്രമല്ല അവിടെ പഠിച്ചിറങ്ങുന്ന ആളുകൾക്കോ സത്യത്തിൽ മുസ്ലിം വിഭാഗക്കാരുടെ ഇടയിൽ ഒരു വിദ്യാഭ്യാസ വിപ്ലവം സത്യത്തിൽ ഉണ്ടാക്കിയെടുത്തത് ഈ സമസ്തയുടെ സ്ഥാപനങ്ങൾ തന്നെയാണ്. അത് ഇപ്പോൾ നമ്മൾ എടുത്തു പറയാൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ദാറുൽ ഹുദയിലൊക്കെ നമ്മൾ പലപ്പോഴും പോകാറ് തന്നെയുള്ളതാണല്ലോ. അല്ലെങ്കിൽ ഈ പറയുന്ന മദീന അക്കാദമി AP വിഭാഗത്തിൻ്റെതാണെങ്കിൽ കൂടി ഈ ഇരു വിഭാഗങ്ങളെ എടുത്ത് പരിശോധിച്ചാൽ ഈ നിലയ്ക്കൊക്കെ ഉണ്ട്. അത് മാത്രമല്ല സ്ത്രീകളോടുള്ള നിലപാടിൽ കുറച്ചുകൂടെ നല്ല നിലക്കാകാമെന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷെ അത് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഏതാ സ്ത്രീകളോടുള്ള അത് മറ്റൊരു കാര്യമാണ്. അത് അവരുടെ വിശ്വാസ സംബന്ധിയായ മറ്റൊരു വിഷയമാണ്. അതിനുള്ളിൽ നിന്നാണ് ആ കാര്യത്തിൽ അഭിപ്രായങ്ങൾ ഉയർന്നു വരേണ്ടത്. അത് മറ്റൊരു സംഗതി തന്നെയാണ്. ഇതിനകത്ത് ഒരു ഒറ്റ കാര്യം കൂടെ ഓർക്കാനുണ്ട്. അതായത് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ, നേരത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ മരിക്കുമ്പോൾ നമ്മളൊക്കെ ഏഷ്യാനെറ്റിലാണെന്ന് തോന്നുന്നു. ആ സമയത്ത് ഇതാരാണ് ഇന്നത്തെ കണ്ടാൽ എങ്ങനെ ഇരിക്കുമെന്ന് ആളുകൾക്ക് അറിയില്ല. പക്ഷേ ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ പോലും അത്ര ആ പോപ്പുലാരിറ്റി ആഗ്രഹിക്കാതെ മാറി നിന്ന് പ്രവൃത്തി ചെയ്യുന്ന ആളുകളായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഒരു നൂറ്റാണ്ടോളം കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ മുന്നോട്ട് നയിച്ചതിനൊപ്പം ആത്മീയമായും വിദ്യാഭ്യാസപരമായും വെളിച്ചം വീശുന്ന സംഘടനയായി വളർന്നു പന്തലിച്ചു എന്ന് സമസ്തയ്ക്ക് അഭിമാനിക്കാം. മുസ്ലിം സമുദായത്തെ രാഷ്ട്രീയമായി പ്രബുദ്ധരാക്കുന്നതിനോടൊപ്പം തീവ്ര സ്വഭാവമുള്ള ആശയങ്ങളിലേക്ക് ആകർഷകരാകുന്നവർക്ക് തടയിടാൻ ആ സംഘടനയ്ക്ക് കഴിഞ്ഞത് കേരളത്തിൻ്റെ മതേതര പാരമ്പര്യത്തിൻ്റെ ഉൾബലത്തിൽ ഉറച്ചു നിന്നാണ്. സഹോദര മതസമുദായങ്ങളുമായി ബന്ധം കാത്തുസൂക്ഷിക്കുന്നതിലും മതവിഭാഗങ്ങൾ തമ്മിലുള്ള സാംസ്കാരികമായ കൈമാറ്റങ്ങൾ നടത്തുന്നതിലും സമസ്തയുടെ ഇടപെടൽ മാതൃകാപരമാണ്. വിദ്യാഭ്യാസ, തൊഴിൽ, നൈപുണ്യ വികസന മേഖലകളിൽ ഗുണനിലവാരമുള്ള എത്ര സ്ഥാപനങ്ങൾ ഈ 100 വർഷം കൊണ്ട് ഉണ്ടായി വന്നു. അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ 100 വർഷം സമസ്ത എന്ന സംഘടന കേരളത്തിലെ മുസ്ലിം സമുദായത്തിനകത്ത് മാത്രമല്ല സമൂഹത്തിലാകെയാണ് നിർണായകമായ ഇടപെടലുകൾ നടത്തിയതെന്ന് നിസ്സംശയം പറയാം. കേരളത്തിൻ്റെ സെക്യുലർ ഫാബ്രിക്കിനെ ആരോഗ്യകരമായി സംരക്ഷിച്ചു നിർത്തുന്നതിൽ അവർ വഹിക്കുന്ന പങ്കിനെയും RDX സ്നേഹാദരങ്ങളോടെ അഭിവാദ്യം ചെയ്യുന്നു.